ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ മുട്ട റോസ്റ്റ്. മുട്ട റോസ്റ്റ് ഇഷ്ടമില്ലാത്ത മലയാളികൾ ചുരുക്കം കാണുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. നല്ല വെള്ളപ്പം കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളി നാടൻ മുട്ട റോസ്റ്റ്. ഈ മുട്ട റോസ്റ്റ് നമുക്ക് വെള്ളപ്പം, പൂരി, ഭട്ടൂര, ചപ്പാത്തിനായിട്ടൊക്കെ ചേരുന്നതാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. നല്ലൊരു രുചിയുള്ള നാടൻ മുട്ട റോസ്റ്റാണ്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എൻ്റെ ഫാമിലിയൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സിംഗപ്പൂർ. അപ്പോൾ നല്ല ബിസി ആയിരുന്നു. എല്ലാ ദിവസവും ഓർക്കും ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നോക്കാം, പക്ഷെ നടന്നില്ല. അതിന് ക്ഷമിക്കണം. അപ്പോൾ ഇത് ഞാനും ഉമ്മയും എൻ്റെ ഉമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കുക്ക് ചെയ്തപ്പോൾ ഒന്നും എടുത്ത വീഡിയോ ആണ്. നല്ല ടേസ്റ്റുള്ള മുട്ട റോസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. പിന്നെ സ്ഥിരമായിട്ട് എനിക്ക് മെസ്സേജസ് അയക്കാറുള്ളവരോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ എവിടെയെന്ന് ചോദിച്ചാൽ അന്വേഷിച്ചവരോടും എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് വേണ്ടത് 4 സവാള ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 സവാളയ്ക്ക് നമുക്ക് 2 മീഡിയം സൈസിലുള്ള ടൊമാറ്റോസ് ഒരുപാട് കൂടുതൽ വേണ്ട. ചെറിയ സൈസ് അല്ലെങ്കിൽ മീഡിയം സൈസ് ടൊമാറ്റോസ് 2 മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചി, ഇത് രണ്ടും നന്നായി ചെറുതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചെറിയ എരിവുള്ള പച്ചമുളക് ഒന്ന് കീറി വെച്ചിട്ടുണ്ട്. ഇനി ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റാണ് മല്ലിപ്പൊടി. സാധാരണ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന മല്ലിപ്പൊടി ഉപയോഗിക്കരുത്. നമ്മൾ അടുപ്പത്ത് ഒരു ചെറിയ ചീനച്ചട്ടിയിൽ കുറച്ച് മല്ലിക്കുരു എടുത്ത് അതൊന്ന് ചെറുതായി ചൂടായി നല്ല ഫ്രേഗ്രൻ്റ് ആകുമ്പോൾ മിക്സിയിലിട്ട് പൊടിപ്പിച്ചെടുക്കണം. ഈ തരിയായിട്ട് പൊടിച്ചെടുക്കുന്ന മല്ലിപ്പൊടിയാണ് മുട്ട റോസ്റ്റിന് ഏറ്റവും ബെസ്റ്റ്. ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ആ ടിപ്പ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇവിടെ വീട്ടിൽ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് 2 ടേബിൾ സ്പൂൺ. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, നല്ല കളറും നല്ല മണമുള്ള മുളക് പൊടി ആയിരിക്കണം മുട്ട റോസ്റ്റിന്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി വേണം. 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, നമ്മുടെ വലിയ ജീരകം പൊടിച്ചതാണ്. പിന്നെ ഒരു 6 മുതൽ 9 പുഴുങ്ങിയ മുട്ട, ബോയിൽഡ് എഗ്സ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഗ്രാമ്പൂ പൊടിച്ചതും കറുകപ്പട്ട പൊടിച്ചത്. ഞാൻ ഗ്രാമ്പൂ കറുകപ്പട്ടയൊക്കെ പൊടിച്ച് ചെറിയ കുപ്പിയിൽ വെക്കാറുണ്ട്, ഇതുപോലെ ഡിഷസിന് വേണ്ടി എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഗ്രാമ്പൂ പൊടിച്ച പൊടി നമുക്ക് ഒരു 1/8 ടീസ്പൂൺ എന്ന് വെച്ചാൽ 1/4 ടീസ്പൂണിൻ്റെ നേരെ പകുതി. പിന്നെ സിനമൺ പൗഡർ ഒരു വലിയ നുള്ള്. പിന്നെ ഏലക്ക വേണം. ഏലക്ക 4 എണ്ണം ഒന്ന് ചതച്ചതിൻ്റെ സീഡ്സ് എക്സ്പോസ് ചെയ്ത് ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നല്ല നാടൻ മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. കുറച്ച് കറിവേപ്പിലയും കൂടി വേണം, വെളിച്ചെണ്ണയും വേണം. അപ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോസ് ഞാൻ മിക്കപ്പോഴും ഇതുപോലെ ഒരു മൈക്രോവേവ് സേഫ് ഡിഷിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഹൈയിൽ മൈക്രോവേവ് ചെയ്യാറുണ്ട്. ഇത് ഒന്ന് പൾപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുക്കിംഗ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇത് ഓപ്ഷണലാണ്, കുറച്ചും കൂടി എളുപ്പത്തിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചീനിച്ചട്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമ്മൾ 1 ടേബിൾ സ്പൂൺ നന്നായി കൊത്തിയരിഞ്ഞ വെളുത്തുള്ളി ഇത് ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കളറൊന്നും മാറാൻ പാടില്ല, നല്ലൊരു മണം വന്നാൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും ചെറുതായി കൊത്തിയരിഞ്ഞത് അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയും ഒരു നല്ല മണം മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 4 സവാള ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം പച്ചമുളകും 2 എണ്ണം കീറിയത്. ഇനിയാണ് നമ്മുടെ മുട്ട റോസ്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, ഈ സവാള വഴറ്റിയെടുക്കുന്നതിൽ. പതുക്കെ മീഡിയം തീയിൽ നല്ല ക്ഷമയോടെ തന്നെ നമ്മളിത് വഴറ്റിയെടുക്കണം. പതുക്കെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എവിടെയും പോകാൻ പാടില്ല. അത് അല്ലെങ്കിൽ നമ്മുടെ സവാള ഇതിൻ്റെ അടിയിൽ പിടിക്കും, കളറ് മാറും, ബ്രൗൺ ആവും. അത് പാടില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ ടൊമാറ്റോസ് ഞാൻ മൈക്രോവേവിൽ വെച്ച് ഇതുപോലെ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റി ഇങ്ങനെ പതുക്കെ ഒരു ലൈറ്റ് ഗോൾഡ് കളറായി, ക്രിസ്പൊന്നും ആവാൻ പാടില്ല, ഒരു ഗോൾഡൻ കളർ ആവണ വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ അടുപ്പിൻ്റെ കുറച്ച് ചൂടും പുകയൊക്കെ കൊണ്ട് നമ്മൾ നന്നായി എടുത്തിട്ടുണ്ട്. ഒരു 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്.
ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്, പക്ഷെ ക്രിസ്പായി ബ്രൗൺ ആയിട്ടൊന്നുമില്ല, അടി പിടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ചു തുടങ്ങുന്നതൊക്കെ നമ്മൾ സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കണം ചീനച്ചട്ടിയിൽ നിന്ന്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആ തരിയായിട്ട് അരച്ച വീട്ടിൽ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, ഇതിൻ്റെ ഇടയിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ എവിടെയെങ്കിലും അടി പിടിക്കുന്നത് തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കുറച്ച് വെള്ളം, കെറ്റിലിൽ നിന്ന് തിളപ്പിച്ച വെള്ളമുണ്ട്, അതൊന്ന് തെളിച്ച് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. മസാല ചേർക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇതിലേക്ക് നമ്മുടെ ഏലക്ക ചതച്ച് വെച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 4 എണ്ണം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതലാണ് ചേർത്ത് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്രാമ്പൂ പൊടിച്ചതും നമ്മുടെ കറുകപ്പട്ട പൊടിച്ചത്, ഇത് രണ്ടും ചേർക്കുന്നുണ്ട്. ഗ്രാമ്പൂ പൊടിച്ചത് 1/4 ടീസ്പൂണിൻ്റെ നേരെ പകുതിയും, കറുകപ്പട്ട പൊടിച്ചത് അതിൻ്റെയും പകുതി, എന്ന് വെച്ചാൽ നല്ലൊരു വലിയ നുള്ള്. നമ്മുടെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒക്കെ നല്ലൊരു മണം. കുറച്ചും കൂടി നേരം നമുക്കിത് വഴറ്റിക്കൊണ്ടിരിക്കണം, വെള്ളം ആവശ്യത്തിന് തെളിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരുവിധം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ടൊമാറ്റോസ് കുക്ക് ചെയ്ത് മൈക്രോവേവിൽ കുക്ക് ചെയ്ത ടൊമാറ്റോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈക്രോവേവ് ഇല്ലെങ്കിൽ വേറൊരു ചട്ടിയിൽ പതുക്കിനൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇത് സ്പീഡ് ചെയ്യാനാണ് ഈ പ്രോസസ്സ്. അല്ലെങ്കിൽ പച്ച ടൊമാറ്റോസ് ഇടുകയാണെങ്കിൽ പിന്നെയും കുറേ നേരം നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് മാഷ്ഡായി പൾപ്പാവണ വരെ. ഇതിപ്പോൾ ഓൾറെഡി മാഷ്ഡ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഇതൊന്നും ഉടച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മുടെ മസാല നല്ലൊരു നനവ് കിട്ടും. തക്കാളി കൂടുതൽ വേണ്ട നമ്മുടെ ഈ മുട്ട റോസ്റ്റിന് വേണ്ടി. നമ്മുടെ സവാളയുടെ പകുതിയേക്കാളും കുറച്ച് കുറവ് ടൊമാറ്റോസ് പാടുള്ളൂ അളവിൽ. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ഉപ്പ് മതിയാവും. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ നമ്മുടെ മസാല ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഈ മസാല കുറച്ച് ലൂസാക്കണമെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പോളം, കൂടുതൽ പാടില്ല. മുട്ട റോസ്റ്റിന് ഇങ്ങനെ ഒരു കുഴമ്പ് പോലത്തെ മസാലയാണല്ലോ, എന്നാലും ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആയി വരുമ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം. ഏറ്റവും അവസാനം കുറച്ച് കീറിയ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട, ഉപ്പ് ആവശ്യത്തിനില്ലെങ്കിൽ അതും ഇത്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു നനവിന് വേണ്ടി ഉമ്മ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. എൻ്റെ ഉമ്മയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് മുട്ട റോസ്റ്റ്. നമ്മുടെ കറിവേപ്പില ഒന്ന് കീറി ആ നല്ലൊരു ഫ്രഷ് മണം കിട്ടാൻ ആണ്. നമ്മുടെ ബോയിൽഡ് എഗ്സും ചേർത്ത് ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മുട്ട ഒന്ന് ഉടഞ്ഞ് പോകാണ്ട് ശ്രദ്ധിക്കുക. ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കുറച്ച് നേരം വേണമെങ്കിൽ മൂടി വയ്ക്കാം. നല്ല ചൂടോടുകൂടി തന്നെ നല്ല വെള്ളപ്പവും കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം സെർവ് ചെയ്താൽ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ്സ് ഇടണം. ഒരുപാട് പേര് എനിക്ക് മെസ്സേജസ് അയക്കാറുണ്ട്. കമൻറ്റ് സെക്ഷനിൽ പലപ്പോഴും നിങ്ങൾ ഇടുന്നില്ല. അപ്പോൾ കമൻറ്റ്സ് ഇടാൻ മറക്കരുത്, അത് എനിക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാട്ടോ. വേഗം തന്നെ ട്രൈ ചെയ്യുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.